സിസ്റ്ററിൻ്റെ ഈ സംഗീത വഴികളിൽ ഏറ്റവും ശ്രദ്ധേയമായ ഒരു അനുഭവം, അതായത് നമ്മളിപ്പം ഒരു സിസ്റ്റേഴ്സ് പാട്ട് പാടുന്നു, അതിന് പൊതുസമൂഹത്തിലെ ഒരു ഗായികയായിട്ട് പലപ്പോഴും മാറുന്നില്ല. നമ്മുടെ കോൺവെൻറ്റിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ അല്ലെങ്കിൽ സന്യാസ സഭയുടെ പശ്ചാത്തലത്തിൽ നമ്മുടെയൊക്കെ ഒരു യൂട്യൂബിലും നമ്മുടെയൊക്കെ ചാനലിലും ഒക്കെയാണല്ലോ വരുന്നത്. പൊതുസമൂഹത്തിൻ്റെ ഭാഗത്തു നിന്നുള്ള പ്രതികരണങ്ങൾ എന്തെങ്കിലും അങ്ങനെ വന്നിട്ടുണ്ടോ? പൊതുസമൂഹത്തിന് എനിക്കൊരു അവാർഡ് തന്നിട്ടുണ്ട്. നമ്മുടെ ഈ കൊറോണ കാലത്ത് ഒരു ചെറിയ കോമ്പറ്റീഷൻ ഉണ്ടായിരുന്നു. അന്ന് യൂട്യൂബിലൂടെയാണല്ലോ എല്ലാവരും പാട്ടുകളൊക്കെ പുറത്തേക്ക് കൂടുതൽ വന്നത്. അപ്പോൾ ആ സമയത്ത് അങ്ങനെ പാട്ട് പാടി അതിനൊരു നല്ല വാഴ്ത്തിയിടുന്നു ഞാൻ എന്ന് പറഞ്ഞൊരു പാട്ട് പാടി. നമ്മുടെ സാധാരണ പാട്ടാണ്, അത് പാടിയിരുന്നു. പിന്നെ ഞാനൊരു പാന, നമ്മുടെ പാന ഒരു നോമ്പ് കാലത്ത് ആ പാന പാടി ഒരുപാട് അമ്മ കന്നി പാടി. നമ്മൾ ജസ്റ്റ് ഒരു മ്യൂസിക് ഒക്കെ വെച്ച് പാടി. അതൊരുപാട് പേര് കാണുകയും അതിന് പ്രോത്സാഹനം നൽകുകയും ചെയ്തിരുന്നു. അതിൻ്റെയൊക്കെ ബേസിലാണ് അവർ എന്നെ വിളിച്ചത്. പിന്നെ 10-18 വർഷത്തോളമായി പട്ടത്തിന് പാട്ട് പാടാൻ ദൈവം ഒരു വലിയ കൃപ എനിക്ക് തന്നിട്ടുണ്ട്. എല്ലാ വർഷവും ഇപ്പൊ ഒരു 130ഓളം അച്ഛന്മാരുടെ പട്ടത്തിന് 130ഓളം പൗരോഹിത്യങ്ങൾക്ക് പാടാൻ ദൈവം. അത് എന്നെ സംബന്ധിച്ച് മറ്റൊരു കൊയർ എന്ന് പറഞ്ഞാൽ മറ്റൊരു കൊയർ ചെയ്യുന്നതിലും ഒരു പാട്ട് റെക്കോർഡിങ് ചെയ്യുന്നതിലും ഒക്കെ കൂടുതലായിട്ട് എനിക്ക് അനുഭവപ്പെടുന്ന പട്ടത്തിന് പാടുമ്പോൾ ഒരു ഭയങ്കര ദൈവാനുഭവം എനിക്ക് അനുഭവപ്പെടാറുണ്ട്. പട്ടത്തിന്റെ പാട്ടുകളിൽ ഒരു ഗായിക എന്നുള്ള രീതിയിൽ ഏതാണ് ഏറ്റവും ഹൃദ്യമായിട്ട് തോന്നുന്ന പാട്ട്? ഏതാണ് പട്ടത്തിന്റെ നമ്മുടെ പാട്ടുകൾ? ഏറ്റവും അവസാനം നമ്മൾ പാടുന്നില്ലേ, ഏതാണ്? ദാസർക്കാത്മിക നാണയമാ ദാസർക്കാത്മിക നാണയമാ കക്രാനൽകിയ മിശിഹായി നിൻ തുണ ചിന്തുക നിൻ ദാനം കൈക്കൊണ്ടവരാ ദാസരിൽ നീ ദാസർക്കാത്മിക നാണയമാ. എന്റെ കർത്താവേ, 25 വർഷത്തിന് മുമ്പിലേക്ക് പോയി. കേൾക്കേണ്ടി വരുമ്പോൾ സന്തോഷം, വലിയ സന്തോഷമാണ്, ഒത്തിരി സന്തോഷം. പാട്ടുവഴികൾക്കപ്പുറത്ത് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? നമ്മുടെ പ്രോവിൻസിന്റെ കീഴില് സമന്വയ ചാരിറ്റബിൾ സൊസൈറ്റി ഇടുക്കി CMC ഇടുക്കി കർമ്മലഗിരി പ്രോവിൻസിന്റെ കീഴില് നമുക്കൊരു സോഷ്യൽ വർക്ക് സെന്റർ ഉണ്ട്. അവിടെ കൗൺസിലിംഗ് ഉണ്ട്. അപ്പൊ കൗൺസിലർ അവിടുത്തെ ഞാൻ ഡയറക്ടറായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. സോഷ്യൽ വർക്ക് കൗൺസിലറും കൂടിയാണ്. അല്ല, പ്രോവിൻസിൽ നമുക്ക് സിസ്റ്റർ ജാൻസീനയാണ്. ഞാനവിടെ കൗൺസിലറായിട്ട് വർക്ക് ചെയ്യുന്നു. കൗൺസിലിംഗ് ഉണ്ട്. പിന്നെ നമുക്ക് SHG പ്രോഗ്രാംസുകളൊക്കെ നടക്കുന്നുണ്ട്. പിന്നെ തയ്യൽ സെൻറ്റർ, അങ്ങനെയൊക്കെ ഒരു സെൻ്ററായിട്ടാണ് പോകുന്നത്. അവിടെ കൗൺസിലിങ്ങിന് ആൾക്കാർ വരാറുണ്ട്. പിന്നെ നമ്മുടെ സ്റ്റേഷൻ റിലേറ്റഡ് ആണ്, സ്റ്റേഷനിൽ വരുന്ന കേസുകളും. പിന്നെ നൈറ്റ് ഷെൽട്ടറുണ്ട്, രാത്രിയിൽ അവിടെ വരുന്ന സ്ത്രീകളെ താമസിപ്പിക്കുന്ന സ്ഥലമാണ്. അപ്പോൾ അതിൻ്റെയൊക്കെ ചുമതലയാണ് ഇപ്പോൾ ഞാൻ വഹിക്കുന്നത്. അതായത് സാമൂഹ്യ സേവന മേഖലയിൽ കൗൺസിലിംഗ് പഠിച്ചിട്ടുണ്ടോ? ഉണ്ട്. MA സൈക്കോളജി MSW ഇപ്പോൾ ചെയ്യുന്നു. ഞാൻ MSW ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലേ? അപ്പം നിങ്ങളുടെ ഈ പ്രൊവിൻസിന്റെ സാമൂഹ്യ സേവന മേഖലകൾ ഏതൊക്കെയാണ് ഇപ്പോൾ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്? നമുക്കിപ്പോൾ 3 സെൻറ്ററുകളാണുള്ളത് നമ്മുടെ പ്രോവിൻസിൽ. ഇത് സമന്വയ ചാരിറ്റബിൾ സൊസൈറ്റിയുടെ ഇവിടെ ഒന്ന്, പിന്നെ സിയോൻ ചാരിറ്റബിൾ സൊസൈറ്റി നെടുങ്കണ്ടം, പിന്നെ FEO അത് സിസ്റ്റർ ചൈതന്യയുടെ നേതൃത്വത്തിൽ കർഷകർക്കായിട്ട് നമ്മൾ കൂടുതൽ അവിടെ കർഷക മേഖലകളാണല്ലോ, കർഷക മേഖലയല്ലേ. എന്തൊക്കെയാണ് കർഷകർക്ക് വേണ്ടി ചെയ്യുന്നത്? കൂടുതലായിട്ട് അവിടെ സ്ത്രീജനങ്ങൾക്ക് അവരെ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ളതാണ്. അവർക്ക് തൊഴിൽ സാധ്യതകൾ നേടിക്കൊടുക്കുന്ന പ്രോജക്റ്റുകളാണ് നമ്മൾ കൂടുതൽ. അത് ഗവൺമെൻറ്റുമായിട്ട് സഹകരിച്ച് ചെയ്യുന്ന കാര്യങ്ങളാണ്. അതിലൂടെ ഒരുപാട് പേർക്ക് സഹായം എത്തിക്കാനും അവർക്ക് തൊഴിലില്ലാത്തവർക്ക്, ഈ വീട്ടിലിരിക്കുന്ന അമ്മമാർക്ക് തൊഴിലെത്തിക്കാനൊക്കെ അത് ഒരുപാട് സഹായകമാകുന്നുണ്ട്. പൊടി ഉൽപ്പന്നങ്ങൾ, അതായത് കൃഷി വിളകൾക്ക്, നാണ്യവിളകൾക്കൊക്കെ വില കുറഞ്ഞിരിക്കുന്ന ഈ സിറ്റുവേഷനിൽ അതെല്ലാം സംഭരിച്ച് അത് വേറൊരു രൂപത്തിലാക്കി എന്ന് പറഞ്ഞാൽ അവർക്ക് അനുയോജ്യമായിട്ടുള്ള വില കിട്ടുന്ന രീതിയിൽ അങ്ങനെയുള്ള സോഷ്യൽ വർക്ക് മേഖലകളിൽ ഒത്തിരി കാര്യങ്ങൾ സിസ്റ്റർ ചെയ്യുന്നുണ്ട്. സമന്വയ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ കീഴിൽ എത്ര SHGs ഉണ്ട്? നമുക്ക് 25 SHGs ആണ്. ടോട്ടൽ നമുക്ക് 2500ഓളം സ്ത്രീകളുണ്ട് നമ്മുടെ കീഴിൽ. അതൊരു സ്ത്രീകളുണ്ട്. അപ്പോൾ നമുക്ക് പല പല സ്ഥലങ്ങളിലായിട്ടാണ്. ചില ഗ്രൂപ്പുകളിൽ
സംഘങ്ങളായിട്ടാണ് രൂപീകരിച്ചേക്കുന്നത്. ആ എത്ര സംഘങ്ങളുണ്ട്? നമുക്ക് സംഘങ്ങൾ 150ഓളം സംഘങ്ങളായിട്ട്. അതിൽ നിന്ന് വരുന്നതാണ് ഈ കമ്മ്യൂണിറ്റികൾ എന്ന് പറയും. റാണി തന്നെ രൂപീകരിച്ചതാണോ? അല്ല, രൂപീകരിച്ച് ഞാനല്ല. എനിക്ക് മുമ്പുണ്ടായിരുന്ന ഇപ്പം ഞങ്ങളുടെ സിസ്റ്റർ സോഷ്യൽ വർക്കിൻ്റെ സിസ്റ്റേഴ്സ് ജാൻസീന, അതിന് മുമ്പുണ്ടായിരുന്ന സിസ്റ്റർ ചൈതന്യ. അപ്പോൾ ആ സിസ്റ്റേഴ്സിൻ്റെ ഒരു നേതൃത്വത്തിലായ സത്യത്തിൽ ഇത്രയും ഒരു ഡെവലപ്മെൻറ്റ് ഇതിനകത്തുണ്ടായത്. സിസ്റ്റർ ക്ലാരിസ് ആണ് എനിക്ക് മുമ്പുണ്ടായിരുന്നത്, സിസ്റ്റർ സോഫി റോസ്. അപ്പോൾ നമുക്ക് കോൺഗ്രിഗേഷനിൽ നിന്ന് പൊതുവേ ഈ മേഖലകളിൽ ഒരുപാട് സപ്പോർട്ടീവാണ്. സിസ്റ്റേഴ്സിനെ ആ മേഖലകളിൽ അവരുടെ അഭിരുചി അനുസരിച്ച് വിടുന്ന കാര്യത്തിൽ തീർച്ചയായിട്ടും കോൺഗ്രിഗേഷൻ ഒരുപാട് അതിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് നമ്മളെ. നിങ്ങളുടെ അവിടെ നിങ്ങൾ ഈ 2000-ഓളം സ്ത്രീകളുടെ കാര്യം പറഞ്ഞു അല്ലേ? എന്തെല്ലാം പ്രവർത്തനങ്ങളാണ് ഈ ചാരിറ്റബിൾ സൊസൈറ്റി വഴി നിങ്ങൾ ചെയ്യുന്നത്? കൂടുതലായിട്ട് അവർക്ക് സ്വയം തൊഴിൽ പദ്ധതികൾ, ഇപ്പം ആട് വളർത്തൽ, പശു വളർത്തൽ, പിന്നെ തൈല്, ഇതൊക്കെ നമ്മൾ ഇങ്ങനെ അവർക്ക് കൊടുക്കുന്നുണ്ട്. അവർക്ക് അതിന് പിന്നെ ധനസഹായങ്ങൾ, ലോണുകൾ നമ്മൾ കൊടുക്കുന്നുണ്ട്. എത്ര ആളുകൾ ലോണിന്റെ ഗുണഭോക്താക്കളായിട്ടുണ്ട്? 2500ഓളം പേര് അതിനകത്തുണ്ട്. അപ്പം നമുക്ക് റിട്ടേൺ ചെയ്ത് വരുന്ന അങ്ങനെ ലോണുകൾ സഹായമായിട്ട്. മാത്രമേ ഉള്ളൂ? സ്ത്രീകൾക്കെന്ന് പറഞ്ഞ ഒരു കുടുംബത്തിലേക്കല്ലേ. അപ്പോൾ ആ കുടുംബത്തിൽ ചെന്ന് കഴിയുമ്പോൾ അവർക്ക് മക്കളെ പഠിപ്പിക്കാൻ ഉപയോഗിക്കാം. പിന്നെ കൃഷി സംബന്ധമായ കാര്യങ്ങൾക്ക് ഈ പണം ഉപയോഗിക്കാം. റിട്ടേൺ ചെയ്യുന്നുണ്ട്, പണം റിട്ടേൺ ചെയ്യും. എല്ലാ മാസങ്ങളിലും ഈ പണം റിട്ടേൺ വരും. നമുക്ക് സ്ത്രീകൾക്ക് കൊടുക്കുന്നതുകൊണ്ട് കൃത്യമായിട്ട് കിട്ടുന്നുണ്ട്. ഉണ്ട്. അത് പുരുഷന്മാർക്കുള്ളത് വേറെയുണ്ട്. പുരുഷന്മാർക്കുള്ള നെടുങ്കണ്ട സെന്ററിലാണ് നമ്മൾ ചെയ്യുന്നത്. അവിടെ ലാർജ് ഫാമിലി ഉണ്ട്. ലാർജ് ഫാമിലിയുടെ ഒരു ഗ്രൂപ്പുണ്ട്. ഇതുപോലെ ഇവിടെ സ്ത്രീകൾക്ക് ചെയ്യുമ്പോൾ സിസ്റ്റർ ക്ലാരിസിന്റെ നേതൃത്വത്തിലാണ് നമ്മൾ നെടുങ്കണ്ടത്ത് സിയോൻ ചാരിറ്റബിൾ സൊസൈറ്റി അവിടെ ചെയ്യുന്നു. പാറത്തോട് കമ്മ്യൂണിറ്റിയിലാണ് സിസ്റ്ററാണ് സിസ്റ്റർ ചൈതന്യ. അവിടെ അതിൻ്റെതായ സോഷ്യൽ വർക്ക് മേഖലകളിൽ നെടുങ്കണ്ടത്ത് നേരത്തെ തുടങ്ങിയ, ഇപ്പോഴാണ് അത് ഇച്ചിരി ഡെവലപ്ഡ് ആയിട്ട് കൗൺസിലിംഗ് സെന്ററൊക്കെ ആയിട്ട് പകൽ വീടൊക്കെ ആയിട്ട് സ്റ്റാർട്ട് ചെയ്തത്. ഇപ്പോൾ 2-3 വർഷമായിട്ട് നന്നായിട്ട് പോകുന്നുണ്ട്. അത് നല്ല. അപ്പോൾ ഈ നമ്മളൊരു സന്യാസ സമൂഹത്തിന്റെ മാത്രം പ്രവർത്തനമാണല്ലോ പറയുന്നത്. അപ്പോൾ ഈ രൂപതയിൽ, ഇടുക്കി രൂപതയിൽ, പ്രത്യേകിച്ച് നമ്മുടെ ഹൈ റേഞ്ച് പറയുന്ന നമ്മുടെ ഇടുക്കി രൂപതയിൽ വിവിധ സന്യാസ സമൂഹങ്ങളുണ്ട് അല്ലേ? തീർച്ചയായിട്ടും. അപ്പം അവരെല്ലാവരും ഇതുപോലുള്ള സാമൂഹിക സേവന പ്രവർത്തനങ്ങൾ ചെയ്യുന്നുണ്ട്. തീർച്ചയായിട്ടും ഉണ്ട് അച്ഛാ. എല്ലാ സിസ്റ്റേഴ്സും ഇപ്പം ഞങ്ങളെ സംബന്ധിച്ച് കൂടുതലായിട്ട് ഞങ്ങൾ വിദ്യാഭ്യാസ മേഖലയിൽ CMC അങ്ങനെ ഒരു ഇതുണ്ടെങ്കിൽ, സോഷ്യൽ വർക്ക് മേഖലയിൽ ചെയ്യുന്നുണ്ടെങ്കിലും നമ്മുടെ ക്ലാരിറ്റി സിസ്റ്റേഴ്സ് അവർ കൂടുതലായിട്ടും മെഡിക്കൽ ഫീൽഡിൽ വർക്ക് ചെയ്യുന്നു. CSN സിസ്റ്റേഴ്സ് മെഡിക്കൽ ഫീൽഡിൽ വർക്ക് ചെയ്യുന്നു. അത് ഒത്തൊരുമിച്ചുണ്ടല്ലോ. അതുപോലെ തന്നെ നമ്മുടെ ഇടുക്കിയിലുള്ള ഞങ്ങളുടെ പാലിയേറ്റീവ് കെയർ, നമുക്കതിനെക്കുറിച്ച് അത്ര വിശദമായിട്ട് ഈ SHGകൾക്കൊന്നും പറഞ്ഞു കൊടുക്കാൻ അറിയില്ല. അപ്പോൾ അവരെ നമ്മൾ വിളിച്ചു കൂട്ടി അവിടുത്തെ സിസ്റ്റേഴ്സ്, അവിടുത്തെ പ്രൊവിൻഷ്യലായിരുന്ന സിസ്റ്റർ സുഗുണ ഞങ്ങൾക്ക് വേണ്ടി വന്ന് ക്ലാസ് എടുക്കുകയും അവർക്ക് ബോധവൽക്കരണം. ക്ലാരിസ് സിസ്റ്റേഴ്സ്, FCC സിസ്റ്റേഴ്സ്, സുഗുണാമ. അപ്പോൾ സിസ്റ്റർ വന്ന് ഞങ്ങൾക്ക് ഈ SHGകൾക്ക് ക്ലാസ് എടുത്ത് കൊടുക്കുകയും അങ്ങനെ മെഡിക്കൽ പരമായിട്ടുള്ള കാര്യം അത് ഒരുപാട് ഉപകാരമാണ്. നമുക്ക് പാലിയേറ്റീവ് കെയർ യൂണിറ്റുകളുണ്ട്. അപ്പോൾ അതിലേക്ക് ഇവരെ വിടുമ്പോൾ നമുക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ, അവർക്കാണല്ലോ കൂടുതൽ മെഡിക്കൽ കാര്യങ്ങൾ വർക്ക് ചെയ്യുന്നവർക്ക് അറിയാമല്ലോ. അപ്പോൾ അത് കൂടുതലായിട്ട് സിസ്റ്റേഴ്സ് സഹായിക്കുന്നുണ്ട്. അത് എനിക്ക് കത്തോലിക്ക സഭയുടെ ഒരു സൗന്ദര്യമാണത്. അതായത് വ്യത്യസ്ത സന്യാസിനി സഭകൾ അല്ലെങ്കിൽ സന്യാസ സഭകൾ, മെൻ റിലീജിയൻസും കോൺഗ്രിഗേഷൻസും അതുപോലെ തന്നെ സഹകരിക്കുന്നുണ്ട്. അപ്പം എല്ലാവരും ഒത്തൊരുമിച്ച് ഒരു നാടിന്റെ നന്മ മനസ്സ് ഏറ്റെടുക്കുകയാണ് അല്ലേ? എത്ര സുന്ദരമായിട്ടുള്ള കാര്യം. വിവിധ നമ്മളിവിടെ നമ്മുടെ സ്നേഹം, സഹനം, സന്യാസം എന്ന നമ്മുടെ ഈ ഒരു ചർച്ചാവേദിയിൽ തന്നെ, ഈ ഒരു ജീവിത വിതരണ വേദിയിൽ തന്നെ നമ്മൾ മനസ്സിലാക്കുന്നൊരു കാര്യം, വിവിധ സന്യാസ സമൂഹങ്ങളിൽ അംഗങ്ങളാകുന്ന സമർപ്പിതർ, സിസ്റ്റേഴ്സ്, അവരവരുടെ കാരിസത്തിൻ്റെ തനിമ നിലനിർത്തിക്കൊണ്ട് തന്നെ എല്ലാ സന്യാസ സമൂഹങ്ങളുമായിട്ട് കൈകോർത്ത് മനോഹരമായ ഒരു സാമൂഹ്യ സേവന സ്നേഹ വലയം ഈ സമൂഹത്തിൽ സൃഷ്ടിക്കുന്നുണ്ട് അല്ലേ? ആ ഒരു സംഘാതമായ ഒരു സാക്ഷ്യം എന്ന രീതിയിൽ അതൊരു മനോഹരമായ ഒരു അനുഭവമാണ്. ഇടുക്കിയിലെ ക്ലാസ് എടുക്കാനൊക്കെ ആണെങ്കിലും സിസ്റ്റേഴ്സ് എല്ലാ കോൺഗ്രിഗേഷൻ അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, പോകുന്നുണ്ട്. അപ്പോൾ അതൊരു എപ്പോഴും നമ്മുടെ മുഖം മാത്രമല്ല, ഇങ്ങനെ വേറെ വ്യത്യസ്തമായിട്ട് സിസ്റ്റേഴ്സ് അവിടെ അവതരിപ്പിക്കുകയും ക്ലാസ്സുകൾ കൊടുക്കുകയും ചെയ്യുമ്പോൾ പിന്നെ കൂടുതലായിട്ട് നമ്മളെ രൂപതയോട് ചേർന്ന ഫാമിലി അപ്പസ്റ്റോലേറ്റിൽ ഞാൻ വർക്ക് ചെയ്തിരുന്നു 3-4 വർഷം. പ്രീ മാരേജ് കോഴ്സ് അതൊക്കെ ക്ലാസ് എടുക്കാനും അങ്ങനെയുള്ള കാര്യങ്ങൾക്ക്, ഫാമിലി പരമായിട്ടുള്ള കുടുംബ പ്രശ്നങ്ങളിലൊക്കെ നമ്മൾ കൗൺസിലിങ്ങിനൊക്കെ ആയിട്ട് ചെയ്തു കൊടുക്കാറുണ്ട്. ഫാമിലിയുടെ കാര്യം പറഞ്ഞുകൊണ്ട് ചോദിക്കുകയാണ്, ഈ പറയുന്ന എന്താണ് പ്രീ മാരേജ് കോഴ്സിന് ക്ലാസ്സുകളൊക്കെ നിരന്തരം എടുത്തുകൊണ്ടിരുന്നു അല്ലേ? ഇടുക്കി രൂപതയിലെ യുവജനങ്ങൾ, ധാരാളം ആളുകൾ ഇപ്പോഴും വിവാഹിതരാകാതെ നിൽക്കുന്ന ഒരു സങ്കടകരമായ കാഴ്ചയാണ് അല്ലേ? പ്രീ മാരേജ് കോഴ്സ്
ക്ലാസ്സുകൾ എടുക്കുമ്പോഴും ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ രൂപതയുടെ നേതൃത്വത്തിൽ ഇടവകളിൽ സജീവമായിട്ട് പ്രവർത്തിക്കുമ്പോഴും എങ്ങനെയാണ് ഇതിനെ കാണുന്നത്? എന്താണ് അതിൻ്റെ കാരണം? സിസ്റ്ററിൻ്റെ കാഴ്ചപ്പാടിൽ എന്താണ് കാരണം? അച്ഛാ, അത് ഒരു പരിധി വരെ രണ്ട് തരത്തിൽ അതിനെ നമുക്ക് കാണാൻ പറ്റും. ഇത് ആൺകുട്ടികൾ വിദ്യാഭ്യാസ മേഖലയിൽ ഒരു കാലം, പക്ഷെ ഇപ്പം ഈ ഒരു കുറേ കാലമായിട്ട് അതിൽ മാറ്റം വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഒരിടവകയിൽ ഞാൻ ക്ലാസ് എടുക്കാൻ വേണ്ടി 80ഓളം ആൺകുട്ടികൾ 30 വയസ്സിന് മുകളിലുള്ള കുട്ടികളാണ്. ആൺകുട്ടികൾ വിവാഹം കഴിക്കാതെ നിൽക്കുന്ന 80ഓളം ആൺകുട്ടികൾ ഒരിടവകയിൽ തന്നെ. 80ഓളം അല്ലായിരിക്കും, നമ്മുടെ അടുത്ത് വന്നതാണെന്ന്. പിന്നെ നമ്മളൊരു ഗ്രൂപ്പ് അറേഞ്ച് ചെയ്തിരുന്നു. പക്ഷെ അതൊക്കെ നമുക്ക് അത്ര, പെൺകുട്ടികളെ സംബന്ധിച്ച് അവിടെ പൊതുവെ അവർ നന്നായി പഠിച്ചു, ജോലി കിട്ടി, അപ്പോൾ പുറത്തേക്ക് പോകാനുള്ള ഒരു ടെൻഡൻസി ഉള്ളത് കൊണ്ട് നമ്മുടെ ആ മേഖലയിൽ ആൺപിള്ളേർ അവിടെ എന്തെങ്കിലും ജോലിയൊക്കെ ആയിട്ടായിരിക്കും. ഒരു വലിയൊരു സങ്കടം തന്നെയാണത്. ഇടുക്കി രൂപതയിൽ 36,000-ഓളം കുടുംബങ്ങളാണുള്ളത്. അതെ. ഞാൻ ദീപിക ഫ്രണ്ട്സ് ക്ലബിൻ്റെ ഡയറക്ടർ എന്നുള്ള നിലയിൽ ഞങ്ങൾ ഇടുക്കി രൂപതയിലെ ഫാമിലി അപ്പോസ്റ്റലേറ്റുമായിട്ട് സഹകരിച്ച് ഈ വിഷയങ്ങൾ ചർച്ച ചെയ്തപ്പോൾ ജിൻസച്ചൻ എൻ്റെ ദീപിക ഫ്രണ്ട്സ് ക്ലബിൻ്റെ രൂപത ഡയറക്ടറാണ്, ജിൻസ് കാരക്കാട്ടച്ചൻ. ഞങ്ങൾ ഈ വിഷയങ്ങൾ ചർച്ച ചെയ്തപ്പോൾ മനസ്സിലാക്കിയ ഒരു കാര്യം, ഏകദേശം 9,300-ഓളം ചെറുപ്പക്കാരാണ് ഈ 36,000 കുടുംബങ്ങളിൽ നിന്ന് ഇടുക്കി രൂപതയിൽ 30 വയസ്സ് കഴിഞ്ഞിട്ട് വിവാഹം കഴിക്കാൻ നിൽക്കുന്നത്. അത് കത്തോലിക്കിന് മാത്രം, നമ്മുടെ സീറോ മലബാർ സഭയിൽ മാത്രമാണത്. അതേസമയം ക്രൈസ്തവ സമൂഹത്തിലും മറ്റ് ഇതര മതസമൂഹങ്ങളിലും ഇതേ അവസ്ഥയുണ്ട്. ഇടുക്കിയിലെ ചെറുപ്പക്കാർക്ക് പെണ്ണ് കിട്ടുന്നില്ല എന്നുള്ളതൊരു വലിയൊരു സാമൂഹിക വിഷയം തന്നെയാണ്. ഇങ്ങനെ സിസ്റ്ററിനെ പോലെ സോഷ്യൽ വർക്കിൽ ഇടപെടുന്ന ജനങ്ങൾക്ക്, സമർപ്പിതർക്ക് ഇത്തരത്തിൽ കുടുംബ ഭദ്രത, അല്ലേ, ഒരു വീട്ടിൽ ഒരു മകൻ വിവാഹം കഴിക്കാതെ ആകുമ്പോൾ ആ ഒരു വീട് തീരുകയാണ്. അവനിലൂടെ ഉണ്ടാകേണ്ട ഒരു കുടുംബത്തിൻ്റെ തുടർച്ച അവിടെ അവസാനിക്കുകയാണ്, അല്ലേ. അപ്പം അങ്ങനെ യാതൊരു ശാരീരിക വൈകല്യങ്ങളോ കുഴപ്പങ്ങളോ ഒന്നുമില്ലാത്ത ആരോഗ്യമുള്ള 100 കണക്കിന് ചെറുപ്പക്കാർ ഇച്ചിരി കഴിയട്ടെ എന്നൊക്കെ പറഞ്ഞ് കുറച്ച് പേരൊക്കെ മാറ്റി വെക്കും. അതായത് ആ പ്രായം ഇച്ചിരി കഴിഞ്ഞിട്ട് മതി, ഒരു ജോലി കിട്ടട്ടെ എന്നൊക്കെ പറഞ്ഞാണ് കുറേ കേസുകളും നീണ്ടുപോകുന്നത്. ഈ വിഷയത്തിൽ ഇപ്പോൾ റോയിച്ചൻ പറഞ്ഞ തുടർച്ചയിൽ ഞാൻ പറയുകയാണ്. കാരണം നിങ്ങളുടെ സാമൂഹ്യ സേവന മേഖലകൾ എംബ്രേസ് ചെയ്യുന്നത് ഈ പറയുന്ന ക്രൈസ്തവരെ മാത്രമല്ല, അല്ല, നാനാജാതി മതസ്ഥരായ ആളുകൾ നമ്മുടെ ഗുണഭോക്താക്കളാണ്, അല്ലേ. അതിന് പരിധികളില്ല. അങ്ങനെ വരുമ്പം ഈ ഒരു ബോധവൽക്കരണം, കാരണം ഒരു നാടിൻ്റെ തലമുറകൾ അന്യം നിന്ന് പോകുന്ന ഒരു സാധ്യത വരികയാണ്. നമുക്ക് ക്രൈസ്തവരായിട്ടുള്ള ആളുകളുടെ മാത്രം അംഗസംഖ്യയെക്കുറിച്ചല്ല നമ്മൾ വറീഡാകുന്നത്. ഇതിപ്പം രൂപതയുടെ സംവിധാനങ്ങളെല്ലാം ഈ ഒരു വിഷയത്തിൽ വളരെയേറെ ശ്രദ്ധ കൊടുക്കുന്നുണ്ട്. ബോധവൽക്കരണ പ്രക്രിയയിൽ അഭിനന്ദ പിതാവും മറ്റ് ഗ്രൂപ്പുകളൊക്കെ രൂപതാ നേതൃത്വം വളരെ സജീവമായിട്ട് ഇക്കാര്യത്തിൽ ഇടപെടുന്നുണ്ട്, ബോധവൽക്കരണം നടത്തുന്നുണ്ട്. പക്ഷേ ഇതൊരു വേദനിപ്പിക്കുന്ന ഒരു അവസ്ഥയാണ്. ഞാൻ ചോദിക്കട്ടെ, ഈ ജോലിക്കാരെ മാത്രം ഫോക്കസ് ചെയ്യുന്ന പെൺകുട്ടികളോട് എന്തെങ്കിലും പറയാനുണ്ടോ? പെൺകുട്ടികളോട് തീർച്ചയായിട്ടും അതൊരു, അങ്ങനെ നമ്മൾ ചിന്തിച്ചിട്ട് ഏത് ജോലിക്കും ഒരു മാന്യതയുണ്ട്, ഇല്ലേ. കൃഷിക്കാരാണ്, അല്ലെങ്കിൽ സ്ഥലമുള്ളവരാണ്, പശുവുള്ളവരാണ് എന്നൊക്കെ പറഞ്ഞ് അതിനെ മാറ്റി നിർത്തേണ്ട ഒരു അവസ്ഥയില്ല ഒരിക്കലും. അതിലും ആ ജോലി ചെയ്യുന്നത് ഒരു സംതൃപ്തമായ ഒരു കുടുംബമാണല്ലോ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. ദൈവവിശ്വാസമുള്ള, പ്രാർത്ഥിക്കുന്ന, അങ്ങനെയൊരു കാഴ്ചപ്പാടോടു കൂടിയാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. ഞാൻ സാധാരണ യൂത്തിനൊക്കെ ക്ലാസ് എടുക്കാൻ പോകുമ്പോൾ പറയാറുണ്ട്, ചെറിയ കുട്ടികളോട്, അതായത് +2 കഴിഞ്ഞവരോട്, നിങ്ങൾ ഇന്നേ പ്രാർത്ഥിച്ചു തുടങ്ങണം, ഈശോയെ എനിക്കൊരു നല്ല വിശ്വാസമുള്ള, ദൈവഭയമുള്ള ഒരു ജീവിത പങ്കാളിയെ നൽകണമേ എന്ന് നിങ്ങൾ പ്രാർത്ഥിക്കണമെന്ന് ഞാൻ കുട്ടികളോട് പറയാറുണ്ട്. നമ്മൾ ദൈവവിളിക്കൊക്കെ പറയുമ്പോൾ ചിലർക്ക് അതിനോടായിരിക്കില്ല താല്പര്യം. അപ്പോൾ പെൺകുട്ടികൾ അങ്ങനെ നോക്കിയിട്ടൊന്നും, ഇപ്പോൾ കൗൺസിലിംഗ് ഫീൽഡിൽ ഇരിക്കുമ്പോഴും എനിക്ക് കാണാൻ സാധിക്കുന്ന അതാണ്, കുടുംബങ്ങൾ ഒരുപാട് ഇങ്ങനെ ശിഥിലമായിക്കൊണ്ടിരിക്കുകയാണ്. വിവാഹിതരാകാത്ത ഒട്ടേറെ ചെറുപ്പക്കാരെ നേരിട്ട് ഇടപെട്ടുകൊണ്ടിരിക്കുകയാണ്, അല്ലേ. അങ്ങനെയുള്ള ഈ കുട്ടികളോട് അപ്പോൾ അവരുടെ ഒരു വേദന എങ്ങനെയാണ് നിങ്ങൾ അഡ്രസ്സ് ചെയ്യുന്നത്? കുട്ടികൾ അവരുടെ കാര്യങ്ങളിലേക്ക് കൂടുതൽ, ജോലിയില്ലാത്തവരാണെങ്കിൽ ജോലിയില്ല എന്ന് പറഞ്ഞൊക്കെ ആയിരിക്കും ഒരുപാട് കല്യാണങ്ങൾ മാറിപ്പോകുന്നത്. അപ്പോൾ അവർ പറഞ്ഞ, സിസ്റ്റർ എനിക്ക് സ്വന്തമായിട്ട് എവിടെയെങ്കിലും ഒരു കല്യാണം അറേഞ്ച്, അങ്ങനെ ഇപ്പം നമുക്ക് പരിചയമുള്ളവരാണെങ്കിൽ അത് നമ്മളൊരു ഗ്രൂപ്പ് ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു, ഈ വിവാഹം കഴിക്കാത്ത ആൺകുട്ടികളെ എല്ലാം കൂടെ കൂട്ടി. അതുപോലെ തന്നെ എവിടെയെങ്കിലും നമുക്കറിയാവുന്ന പെൺകുട്ടികളെ, അങ്ങനെ ഒരു ഗ്രൂപ്പ് നമ്മൾ രൂപതാ തലത്തിൽ ഇങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം അങ്ങനെയൊക്കെ വരുമ്പോൾ കുറേ കേസുകളൊക്കെ നമുക്ക് അങ്ങനെയൊക്കെ അവരെ പരിചയമുള്ളവരെയും അങ്ങനെയൊക്കെ നമ്മൾ അവരെ അറിയിക്കാറുണ്ട്, അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട്. പിന്നെ ഇപ്പം ചിലർ നിരാശരാണ്,
ചില ആൺകുട്ടികളെ സംബന്ധിച്ച് അവർ നിരാശരാണ്. ഇനി എന്നതാ, ഇനി ഇങ്ങനെ അങ്ങ് പോട്ടെ, ഇങ്ങനെ അങ്ങ് തീരട്ടെ എന്ന്. സിസ്റ്റർ ലിൻസറാണ് ഇപ്പോൾ ഈ പറഞ്ഞ ഈ ഒരു വിഷയം, അതായത് നമ്മുടെ ഇടുക്കി രൂപതയിൽ മാത്രമുള്ള ഒരു വിഷയമല്ല, എല്ലാ രൂപതയിലും ഉള്ള ഒരു വിഷയമാണ്. അവിടെ സീറോ മലബാർ സഭയിൽ മാത്രമല്ല, കത്തോലിക്ക സഭയിലും മാത്രമല്ല. നമുക്ക് പ്രത്യേകിച്ച് നമ്മുടെ ഒരു ക്രൈസ്തവമായ ഒരു പശ്ചാത്തലത്തിൽ കുടുംബം എപ്പോഴാരംഭിക്കണം എന്നുള്ളതിനെപ്പറ്റി സന്യാസ സമൂഹങ്ങൾ, പ്രത്യേകിച്ച് സാമൂഹ്യ സേവന മേഖലയിൽ വർക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ അതിനുവേണ്ടി ജീവിതം സമർപ്പിച്ചിരിക്കുന്നവർ, നമ്മുടെ കുടുംബ ഭദ്രത എന്ന് പറയുന്നത് നേരത്തെ വിവാഹം കഴിച്ച് ആരംഭിക്കുന്ന ഒരു ദാമ്പത്യത്തിലാണ്. കത്തോലിക്ക സഭയുടെ പശ്ചാത്തലത്തിൽ അത് ക്രൈസ്തവമായ ഈശോയിൽ വിശ്വസിക്കുന്ന ദമ്പതികളുടെ കൂടിച്ചേരലിലാണ് ക്രൈസ്തവ കുടുംബം ഉണ്ടാകുന്നുള്ളൂ, അല്ലേ? അപ്പോൾ അത് സമയത്തുണ്ടാകണം. അപ്പോൾ ഈ വിവാഹ പ്രായം എന്ന് പറയുന്നത് ഒരു സ്വന്തം കാലിൽ നിന്നിട്ട് മതി എന്ന് പറയുന്ന ചെറുപ്പക്കാരെയാണല്ലോ ഈ കാണുന്നത്. എൻ്റെ ഒരു സ്വന്തം കാലിൽ നിൽക്കട്ടെ സിസ്റ്ററെ, എന്നിട്ട് കെട്ടിക്കോളാം എന്ന് പറയുന്ന ഈ കത്തോലിക്ക ചെറുപ്പക്കാരുടെ സ്വന്തം കാല് ഉണ്ടാകുന്നത് മിക്കവാറും 30-35 വയസ്സ് കഴിയുമ്പോഴാണ്. ഇങ്ങനെ സ്വന്തം കാലം ഉണ്ടായാലും ഈ വിവാഹം കഴിച്ചു കഴിയുമ്പോൾ ഒരു ചെറുപ്പക്കാരനും ഒരു മകനും അയാൾ തനിച്ചുണ്ടാക്കുന്ന കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന പണം കൊണ്ട് ഒരു കുടുംബവും ഒരു പെണ്ണിനെയും പോറ്റുന്നില്ല. ഈ പറയുന്ന പെണ്ണിൻ്റെയും ചെറുക്കൻ്റെയും കുടുംബാംഗങ്ങൾ വീണ്ടും സഹകരിച്ച് തന്നെയാണ് ഇവരുടെ ദാമ്പത്യത്തെ ഭദ്രമാക്കുന്നത്. അപ്പോൾ ഒരു കൺസെപ്ച്വൽ ചേഞ്ച് ഈ ഒരു കാഴ്ചപ്പാടിൽ കൊടുക്കാൻ നിങ്ങൾക്ക് കഴിയണം എന്നാണ് എനിക്കൊരു സജഷൻ ഉള്ളത്. കാരണം ഈ വിവാഹപ്രായം നേരത്തെ ആക്കിയാലും ഇതേ കുടുംബങ്ങൾ തന്നെയാണ്, ചെറുക്കൻ്റെയും പെണ്ണിൻ്റെയും കുടുംബങ്ങൾ തന്നെയാണ് ഇവരെ വീണ്ടും ജീവിക്കാൻ സഹായിക്കുന്നത്. അതുകൊണ്ട് അത്തരത്തിലുള്ള ഒരു ഇടപെടൽ സാമൂഹ്യ സേവന മേഖലയിൽ കൊടുത്ത് ഈ ഒരു മക്കളെ പോസിറ്റീവാക്കി ജീവിതത്തെ സമീപിക്കാൻ സഹായിക്കാൻ പറ്റില്ലേ? തീർച്ചയായിട്ടും പറ്റും. എന്താണ് സിസ്റ്ററിന്റെ ഒരു അനുഭവത്തിൽ നിന്നാണ് പറയാനുള്ളത്? നമുക്കവിടെ കൂടുതലായിട്ട് ചെയ്യാൻ പറ്റുന്നത് ഇങ്ങനെയുള്ള യൂത്തിനെയൊക്കെ നമ്മൾ കണ്ടെത്തുമ്പോൾ ചിലർ നിരാശപ്പെട്ടു പോകാറുണ്ട്. ഇനി മുമ്പോട്ടുള്ള ഒരു ഇതിലും ശരിയാകുകയല്ല സിസ്റ്റർ എന്നൊക്കെ പറയുന്നുണ്ട്. അവിടെ നമുക്കൊരു പോസിറ്റീവ് എനർജി കൊടുക്കാൻ എനിക്ക് സാധിക്കാറുണ്ട്. അപ്പോൾ ചില മാതാപിതാക്കൾ നമ്മുടെ അടുത്ത് വിഷമിച്ചു വരും, സിസ്റ്റേ അതുകൊണ്ട് ഇവനിങ്ങനെ ഈ ലെവലിലായതുകൊണ്ട് ചിലർ മദ്യത്തിനും മയക്കുമരുന്നിലേക്കും ഈ ഒരു ബുദ്ധിമുട്ട് കാരണം മാറുന്ന ഒരുപാട് യുവാക്കളിൽ നിന്നുണ്ട്. കാരണം വിവാഹമൊന്നും കഴിച്ചില്ല, എനിക്കാരും ഇല്ല എന്നുള്ളൊരു ചിന്താഗതിയിലേക്ക് ഇവർ പോകുന്നുണ്ട്. അപ്പോൾ ആ സാഹചര്യത്തിൽ അവരെ നമുക്കിത് പ്രോബ്ലം അല്ല ഇതെന്ന് പറഞ്ഞ് അവരെ അതിലേക്ക് കൊണ്ടുവരാൻ നമുക്കൊരു പോസിറ്റീവ് തിങ്ക് കൊടുത്ത് അവരെ രക്ഷിക്കാനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ട്. അതുമാത്രമല്ലേ, നമുക്ക് നൂതനമായ ചില കാഴ്ചപ്പാടുകൾ സ്വീകരിക്കാനായിട്ടുള്ള സ്വാതന്ത്ര്യത്തിലേക്ക് മക്കളെ ക്ഷണിക്കണം. തീർച്ചയായിട്ടും. ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം നമ്മളുടെ ഒരു കൺസെപ്റ്റിൽ ഇടുക്കി രൂപതയിലാണെങ്കിൽ സീറോ മലബാർ സഭയിലാണെങ്കിൽ സീറോ മലബാർ സഭയിലെ പെൺകുട്ടികളെ മാത്രമേ വിവാഹം കഴിക്കാൻ പാടുള്ളൂ, അല്ലെങ്കിൽ അങ്ങനെ കഴിക്കുമ്പോഴാണ് നമ്മുടെ ഒരു കുടുംബജീവിതം ഭദ്രമാകുന്നതെന്നൊക്കെയുള്ള ഒരു പാരമ്പര്യ രീതിയിലുള്ള സങ്കല്പം നമുക്കുണ്ട്. ഇപ്പോൾ പക്ഷേ വിവാഹം കഴിക്കാനായിട്ട് പെണ്ണിനെ കിട്ടാത്ത ചെറുപ്പക്കാര് സ്വാഭാവികമായിട്ടും ഈ ലാറ്റിൻ സമൂഹത്തിൽ നിന്ന് മാത്രമല്ല, മലങ്കര സമൂഹത്തിൽ നിന്ന് മാത്രമല്ല, മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുള്ള പെൺകുട്ടികളെ സ്വീകരിക്കാൻ തയ്യാറാകണം. ഇപ്പോൾ മേഘാലയയിൽ നിന്നും ആസാമിൽ നിന്നുമൊക്കെ, പ്രത്യേകിച്ച് മണിപ്പൂരിൽ നിന്നൊക്കെ നിരവധി പേര് ഇപ്പോൾ നമ്മുടെ നാട്ടിലേക്ക് വരാൻ താല്പര്യപ്പെടുന്നവരുണ്ട്. ഞങ്ങളുടെ തന്നെ കുടുംബത്തിൽ ആസാമിൽ നിന്നുള്ള ഒരു പെൺകുട്ടിയെ, കത്തോലിക്ക സഭയിലുള്ള പെൺകുട്ടിയെ വിവാഹം കഴിച്ച ഞങ്ങളുടെ സ്വന്തം സഹോദരനുണ്ട്, കസിനുണ്ട്. ഒരു കുഴപ്പവും കൂടാതെ ആസാമിൽ നിന്നുള്ള പെൺകുട്ടിയാണ് കല്യാണം കഴിച്ചത്. ഇപ്പം നമ്മുടെ ഈ വിൻസെൻഷ്യൻ സന്യാസ സമൂഹത്തിൻ്റെ റിട്രീറ്റ് സെൻറ്ററിൽ ജോലി ചെയ്യുന്ന ഞങ്ങളുടെ തന്നെ സഹോദരനായ ജലിമിക്കുന്നേൽ ഷാജി അച്ഛൻ്റെ നേതൃത്വത്തിലാണ് അവിടുന്ന് ഒരു പെൺകുട്ടിയെ കിട്ടി. അവിടെ ശുശ്രൂഷിക്കാൻ വരുന്ന ഒരു കുടുംബനാഥൻ്റെ മക്കളാണ്. ആ പെൺകുട്ടിയായിട്ട് ഞങ്ങൾ കണക്ട് ചെയ്യിപ്പിച്ചു. അപ്പോൾ ഇവനാണെന്നുണ്ടെങ്കിൽ ബോംബെയിൽ കുറച്ചു കാലം ഉണ്ടായിരുന്നതുകൊണ്ട് അവന് ഹിന്ദിയൊക്കെ കുറച്ചറിയായിരുന്നു. അപ്പോൾ തോടാ ഹിന്ദിയുമായിട്ട് ഇവർ തമ്മിൽ കണ്ടുമുട്ടി വിവാഹം ഉറപ്പിച്ചു. കല്യാണം കിളിയാറുകണ്ടം ഇടവകയിൽ വെച്ച് നടത്തി. എല്ലാവർക്കും ആശങ്ക ഉണ്ടായിരുന്നു, പെണ്ണിന് ഭാഷ അറിയത്തില്ലല്ലോ, പല കാര്യങ്ങളിൽ സമാധാനമാണ്. അതങ്ങനെ ഉണ്ടായില്ല, അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായില്ല, കലഹങ്ങളുണ്ടായില്ല. ഇവള് 2 ആഴ്ച കഴിഞ്ഞപ്പോൾ നമ്മളെ വിളിച്ചു, ചേട്ടായി കപ്പയുണ്ട് വറുന്നോ എന്ന് ചോദിക്കത്തക്ക രീതിയിലേക്ക് ഭാഷയൊക്കെ പഠിച്ച് 1 വർഷം കഴിഞ്ഞപ്പോൾ ഞങ്ങൾ കൊച്ചിനെ മാമോദീസ നോക്കി. ഞാൻ തന്നെയാണ് കൊച്ചിനെ എഴുത്തിനിരുത്തിയത്. നമ്മുടെ ഒരു പുതിയ സംസ്കാരമാണ്. അപ്പോൾ അത്തരത്തിൽ ഈശോയിൽ വിശ്വസിക്കുന്ന മക്കൾ ഒരുമിക്കട്ടെ, അത്തരത്തിലുള്ള കാഴ്ചപ്പാട് കൊടുക്കാൻ പറ്റില്ല. എന്ത് തോന്നുന്നു? തീർച്ചയായിട്ടും കൊടുക്കാം. പിന്നെ എനിക്ക് തോന്നുന്നത് നമ്മുടെ പെൺകുട്ടികൾക്ക് കുറച്ചും കൂടെ ഈ ലെവലിൽ, അതായത് ഇതിൻ്റെ ഒരു മഹത്വം, നമ്മുടെ മണ്ണിൻ്റെയും ഇതിൻ്റെയൊക്കെ ഒരു മണം, അതായത് ഇന്ന് അവർക്ക് കൂടുതലും കുറച്ച് കുട്ടികൾക്കൊക്കെ ഇവിടെ നാട്ടിൽ ഇവിടെ താമസിക്കാനൊരു താല്പര്യമില്ല, പുറത്തേക്ക് പോകണം, അല്ലാതെ ഇവിടെ എവിടെയാണ് വിവാഹം കഴിച്ച് പിന്നെ നാട്ടിലായി എന്ന് പറയുന്നത് എന്തോ ഒരു പ്രത്യേക ഇതുപോലെ, മറിച്ച് നമ്മുടെ നാടിൻ്റെ ആ മഹത്വം
നമ്മുടെ ഇവിടെ ഈ കുഞ്ഞുങ്ങളെ പഠിപ്പിച്ചും അങ്ങനെയൊക്കെ ഉള്ളൊരു മഹത്വം കൂടെ കൊടുക്കുമ്പം ചിലർ പറയാറുണ്ട് സിസ്റ്ററെ എനിക്കിതിനോ എങ്ങനെയാണെന്ന് നമ്മളോട് ചോദിക്കാറുണ്ട്. ചില പെൺകുട്ടികൾ ചോദിക്കാറുണ്ട് എങ്ങനെയാണ് സിസ്റ്ററെ ഇവിടെ ഇങ്ങനെ ഒരു കല്യാണം വന്നിട്ടുണ്ട്. ഞാനതിനെ പ്രോത്സാഹിപ്പിക്കാറാണ് കൂടുതൽ പതിവ്. നമ്മുടെ നാട്ടിൽ എന്താ കുറവ്, അത് നല്ലതാണ് എന്ന് പറഞ്ഞ് പെൺകുട്ടികൾക്കും കുറച്ചും കൂടെ ആ മേഖലയിൽ ഒരറിവ് നൽകുന്നത് നല്ലതാണെന്നാണ് അച്ഛാ എനിക്കും തോന്നിയിരിക്കുന്നത്. സംഗീതത്തിൻ്റെ താളവും ഈണവും ഒക്കെ പറഞ്ഞാണ് തുടങ്ങിയതെങ്കിലും താളം തെറ്റിയ അല്ലെങ്കിൽ താളം ഇടറിയ ഈണം നഷ്ടപ്പെട്ട ജീവിതങ്ങളിൽ ചെന്ന് മുട്ടി നിൽക്കുകയാണ് സിസ്റ്റർ ലിൻസറാണിയുടെ സമർപ്പിത സേവന മേഖലകൾ. അർത്ഥപൂർണമാണ് ഒരു സന്യാസ ജീവിതം. സ്വന്തം കഴിവുകൾ ദൈവത്തിൻ്റെ അനുഗ്രഹമായി സ്വീകരിച്ച് പൊതുസമൂഹത്തിന് വിശ്വാസ ജീവിതത്തിലേക്ക് കടന്നു വരാനായിട്ട് സഹായകരമായി അവതരിപ്പിക്കുമ്പോഴും ജീവിതത്തിന് അർത്ഥം കൊടുക്കുന്ന സേവന മേഖല കൂടി തിരഞ്ഞെടുത്ത് അർത്ഥപൂർണമാക്കുകയാണ് സിസ്റ്റർ ലിൻസറാണിയുടെ സന്യാസ ജീവിതം. CMC സന്യാസിനി സമൂഹത്തിൻ്റെ വളരെ വിശാലമായ സേവന മേഖലയിൽ ഒരു സേവന താരമായിട്ടാണ് നമ്മുടെ ലിൻസറാണി ഇപ്പോൾ ഇടുക്കി രൂപതയിൽ സേവനമർപ്പിക്കുന്നത്. കത്തോലിക്ക സഭയുടെ സമർപ്പണ ജീവിത വഴികളിലേക്ക് ഒരു പെൺകുട്ടി ജീവിതം കൊടുക്കുമ്പോൾ അത് വ്യർത്ഥമല്ല എന്ന് ഈ വേദി വീണ്ടും വീണ്ടും തെളിയിക്കുകയാണ്. സംഗീതത്തിൻ്റെ വഴികളിൽ ജീവിതത്തിൻ്റെ തുടക്കം മുതൽ ഇപ്പോൾ സമർപ്പണ ജീവിത വഴികളിലൂടെ വന്ന് അതിനെ സമർത്ഥമായി അവതരിപ്പിക്കുവാൻ സിസ്റ്റർ ലിൻസറാണിക്ക് സന്യാസിനി സമൂഹമാണ് വീടിനോടൊപ്പം വീട്ടിൽ നിന്ന് പോകുന്നതിന് ശേഷം ഏറെ പ്രചോദനം നൽകിയത്. അത്തരത്തിൽ സന്യാസിനി സഭകളിലൂടെ ജീവിതത്തിൻ്റെ അർത്ഥവും വ്യാപ്തിയും കണ്ടെത്തുന്ന ആയിരക്കണക്കിന് സമർപ്പിതരാണ് ഇന്ന് കത്തോലിക്ക സഭയുടെ അഭിമാനം. സമർപ്പണ വഴികൾക്ക് അപശ്രുതികളുടെ ദുരന്തമുഖങ്ങൾ സമ്മാനിച്ചിട്ടുള്ള ഏതാനും പേരുടെ മുഖഭാഷയല്ല കത്തോലിക്ക സഭയുടെ സമർപ്പണ ജീവിതത്തിന് മുഖമെന്ന് ലിൻസറാണിയെ പോലുള്ള സംഗീത വഴികളിൽ ശ്രുതി തെറ്റാതെ പാടാൻ കഴിയുന്ന ആയിരങ്ങൾ ഇന്ന് സാക്ഷിക്കുകയാണ്. ഇത്തരത്തിൽ ജീവിതത്തിൻ്റെ അർത്ഥം കണ്ടെത്തുന്ന മറ്റൊരു മനോഹരമായ ജീവിതാനുഭവ സാക്ഷ്യവുമായി വീണ്ടും ഈ വേദിയിൽ നമുക്ക് കാണാം. നന്ദി, നമസ്കാരം. ഞാൻ അവിടെ ജഗദൽപൂർ രൂപതയിൽ 30 വർഷമായി ജോലി ചെയ്യാൻ തുടങ്ങിയിട്ട്. 30 വർഷമായിട്ട് ജഗദൽപൂര് ജോലി ചെയ്യുകയാണ്. 92 ഞാൻ പോയതാ. മലയാളമൊക്കെ മറന്നു കാണുമല്ലോ. മലയാളം പറയുമ്പോൾ ഇടയ്ക്ക് ഹിന്ദി കയറി വരും. ഞങ്ങളെ കാണുമ്പോഴത്തേക്ക് എവിടെയെങ്കിലും ഓടി ഒളിക്കും. ഞങ്ങള് അവരെ ഒളിച്ചു നിൽക്കും. നമ്മുടെ മുന്നിലെ പ്രത്യക്ഷപ്പെടിയല്ലായിരുന്നു. ആ സമയത്ത് അവർക്ക് ഭക്ഷിക്കാനായിട്ട് യാതൊരു സാധനങ്ങളും ഇല്ല, ഉടുക്കാൻ തുണിയില്ല, മനുഷ്യരോട് സംസാരിക്കാൻ പറ്റത്തില്ല, വിദ്യാഭ്യാസമില്ല. അങ്ങനെ ഒരു സാഹചര്യത്തിലായിരുന്നു ഞങ്ങൾ ആ അവിടെ ചെന്നത്. ഞാൻ ഒരു 10-20 വർഷത്തെ ഞങ്ങൾ ചെന്ന സമയത്ത് അവിടെ ഇങ്ങനെ ആശുപത്രികളില്ല, മരുന്നുകളില്ല, കൃഷി ചെയ്യുന്നില്ല. മഴ പെയ്യുമ്പം ഒന്ന് കൃഷി ചെയ്യുന്നത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതെല്ലാം മൊത്തം മാറ്റാനായിട്ട് നമുക്ക് സാധിച്ചു. അന്ന് ചെന്നപ്പോൾ ഒന്നുമില്ലാത്ത സ്ഥലത്ത് ഇന്ന് നമ്മുടെ കേരളം പോലെയെല്ലാം ആക്കി തീർക്കാനായിട്ട് നമുക്ക് സാധിച്ചു.